ഗൈസ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളൊരു വാർത്തയാണ്. തിലക് വർമ്മയ്ക്ക് ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഒരു പെയിൻ ഉണ്ടായത് വഴിയിട്ട് ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്താണ് മനസ്സിലാകുന്നത് ടെസ്റ്റിക്കുലാർ ടോർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ ഒരു സർജറി വേണ്ടി വന്നു. അപ്പം ഇത് കഴിഞ്ഞാലുള്ള ഒരു രീതി, അതായത് ഒരു റിക്കവറായിട്ടൊക്കെ വരാനായിട്ട് 2 മുതൽ 4 ആഴ്ച വരെ വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ആണ് സംശയം വരുന്നത് ന്യൂസിലൻഡ് പരമ്പര വേൾഡ് കപ്പ് ഒക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തിലക് വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള താരം അവൈലബിൾ ആയിട്ടുണ്ടാകും. ഇപ്പം 2 to 4 വീക്സ് ആണ് റിക്കവറി ടൈം വരുന്നതെങ്കിൽ ഇപ്പം ന്യൂസിലൻഡ് സീരീസിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര സംശയമാണ്. എങ്കിൽ കൂടി വേൾഡ് കപ്പ് ആകുന്ന സമയത്ത് തിരിച്ചെത്തുമെന്നൊക്കെ പറയുന്ന ഒരു പ്രതീക്ഷകളിൽ തന്നെയാണുള്ളത്. തിലക് വർമ്മയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പ് ഓർഡർ, ഇപ്പം നമ്പർ 3, നമ്പർ 4 പൊസിഷൻസിലൊക്കെയാണ് അദ്ദേഹം റെഗുലറായിട്ട് കളിക്കാറുള്ളത്. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് തിലക് വർമ്മ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എസ്പെഷ്യലി ബിഗ് മാച്ചസിൽ അദ്ദേഹത്തിൻ്റെ ഒരു മികവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതാണ് ഏഷ്യ കപ്പിലെ അദ്ദേഹത്തിൻ്റെ ഫൈനൽ മത്സരത്തിലേക്ക് പ്രകടനവും അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് മാറുന്നതും ഒക്കെ. അതുപോലെ ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ വളരെ നിർണായകമാകുന്ന ഒരു താരം തന്നെയാണ് തിലക് വർമ്മ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ന്യൂസിലൻഡ് പരമ്പരയ്ക്കെങ്കിലും ഒരു പകരക്കാരനെ കൊണ്ടുവരിക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം ആരാകും ഈ ഒരു പകരക്കാരൻ്റെ റോൾ വരിക, അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലിപ്പം ആദ്യം പറയാൻ പറ്റുന്ന ഒരു പേരാണ് ശ്രേയാസ് അയ്യർ. അദ്ദേഹം ഒരു ഇഞ്ചുറി പരിപാടികളിലൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു റീഹാബൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഫിറ്റായി അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം അദ്ദേഹം ലേറ്റസ്റ്റ് ഇപ്പോൾ ഡൊമസ്റ്റിക് കളിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കംപ്ലീറ്റ്ലി ഫിറ്റായി ന്യൂസിലൻഡിനെതിരെയുള്ള ODI കളിക്കാൻ സജ്ജമാണ്. അതിൽ അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പം സജ്ജമാണ് എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ ശ്രേയസ് അയ്യരെ പരിഗണിക്കാവുന്നൊരു കാര്യമാണ്. അതിൽ നമുക്ക് ചില ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം അദ്ദേഹവും ഒരു നമ്പർ 4 അങ്ങനത്തെ കളിക്കുന്നൊരു പ്ലെയറാണ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു റോളിലേക്കൊരു പ്ലെയറെ തീർച്ചയായിട്ടും ആവശ്യമാണ്. അങ്ങനെ സൂര്യയ്ക്ക് നമ്പർ 3 കളിച്ചിട്ട് നമ്പർ 4 അയ്യറിന് കളിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞപ്പം സൂര്യ 35 വയസ്സിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പ് കഴിയുമ്പോൾ ഒരു സ്ക്വാഡിൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഇപ്പം വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ല് പോയതിനു ശേഷം വീണ്ടും അക്ഷർ പട്ടേലാണുള്ളത്. അപ്പം ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടിയാണ് അയ്യർ. അപ്പം അയ്യരെ ആ ഒരു തലത്തിൽ പരിഗണിക്കുകയാണെങ്കിലും അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഒരു രീതിയിൽ പറയാൻ പറ്റുന്നത് ഇപ്പം ജയ്സ്വാളാണ്. പക്ഷേ ജയ്സ്വാൾ ഒരു ഓപ്പണറാണ്. പക്ഷേ ജയ്സ്വാൾ വരുന്ന സാഹചര്യത്തിൽ ഒന്നെങ്കിൽ ജയ്സ്വാൾ കളിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തിപ്പം 1 ഡൗൺ ആയിട്ടോ 2 ഡൗൺ ആയിട്ടോ അങ്ങനത്തെയൊക്കെ നിലയിൽ ഇത് ചെയ്യണം. അല്ലെങ്കിൽ ജയ്സ്വാളിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇഷാൻ കിഷനെ തന്നെ നമ്പർ 3, നമ്പർ 4 അങ്ങനത്തെയുള്ള നിലയിൽ പരിഗണിക്കുന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. അതല്ലെങ്കിൽ പിന്നെ ഋതുരാജ് ഗെയ്ക്വാദിനെ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിലും അദ്ദേഹം ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഇഷാൻ കിഷനെ കളിപ്പിക്കുന്ന രീതിയോ അതൊക്കെ തന്നെ ആയിരിക്കും ഒരു പോസിബിലിറ്റി. അതല്ലാത്ത പക്ഷം ഗില്ലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഗില്ലിനെ ഇനി തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് വളരെ സംശയമാണ്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. അപ്പം വീണ്ടും ഉടനെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി അത് എന്തായാലും നടക്കാൻ പോകുന്നതെന്നുള്ള അറിയത്തില്ല. എനിവേ ന്യൂസിലാൻഡ് പരമ്പരയ്ക്കെങ്കിലും വേണ്ടിയിട്ടൊരു പകരക്കാരൻ്റെ ഒരു പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്കും തിലക് വർമ്മ കളിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായും കമന്റ് സെക്ഷൻ സനിയ.